ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ്ബോർഡ് സർട്ടിഫൈഡ് ഫുഡ് റിസർച്ചിസ്റ്റ്. ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം ഞങ്ങളൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടിക്കൽ എടുത്തിട്ട് അതിൽ നിന്നും കിട്ടിയ അറിവോട് കൂടിയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും വന്നിട്ട് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് വെറുതെ യൂട്യൂബിൽ കണ്ടിട്ട് അത് നേരെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഒരു 6 പോയിന്റ് ഞാൻ നിങ്ങൾ പറയാം. ശരിക്കും അംഗീകൃത ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരാളുടെ അടുത്ത് മാത്രം നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാം. അതുപോലെ അവർ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ ദൈർഘ്യം ഒന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് പരിശോധിച്ചാൽ അതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അനാറ്റമിയും അതേപോലെ സൈക്കോളജി, റിഫ്ലക്സ് സൈക്കോളജിയും അതേപോലെ തന്നെ റിഫ്ലക്സ് പോയിന്റ് ഒക്കെ പഠിച്ചിരിക്കുന്ന ഒരാൾ. സൈക്കോളജി ഒരുപാട് ഡീപ്പായിട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ ഒരു സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. അതിൽ പ്രാക്ടിക്കലിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെടുക്കുന്ന മാത്രമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ മെത്തേഡ് ഉണ്ടോ എന്നുമുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർക്ക് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങളത് ഫുഡ് റിഫ്ലക്സോളജി ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഡോക്ടേഴ്സ് എന്താണ് ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാത്ത കാരണം വെച്ചാൽ വെറുതെ യൂട്യൂബൊക്കെ നോക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ട് ഒരു അറിവും ഇല്ലാതെ വെറുതെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന റിഫ്ലക്സോളജി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിന് യാതൊരു തരത്തിലുള്ള ഡോക്ടേഴ്സ് സപ്പോർട്ട് കൊടുക്കാത്തത്. കാര്യങ്ങൾ വെച്ചാൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരാണ് ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്നറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് സംസാരിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഒരു ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ബൂസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ അഡ്വർടൈസിൻ്റെ ഭാഗമായിട്ടോ പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ വശങ്ങൾ ഒട്ടും കാണാനും കഴിയത്തില്ല. അതിൻ്റെ റിലാക്സ് നിങ്ങൾക്ക് കിട്ടത്തുമില്ല. ശരിക്കും ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളെ യൂട്യൂബിൽ തന്നെയുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റിയാണ്. ഇത് വളരെ നമുക്ക് അത്ര ഒരു ജസ്റ്റ് നമുക്ക് ഇത് പറയുമ്പോൾ തന്നെ ഇത്രമാത്രം രോഷം കൊള്ളുന്ന പോലെയാണ്. കാരണം വെച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള പ്രാക്ടീസും ഇല്ലാതെ, ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ ഇതേപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഇതെങ്ങനെയാണ് ഇവർ റിഫ്ലക്സോളജി ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്തത്. ജസ്റ്റ് ഒരു യൂട്യൂബ് കണ്ടതുകൊണ്ട് മാത്രം അതിൽ നിന്നും പഠിച്ചിട്ട് വന്നിട്ടാണ് ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള പ്രാക്ടീസ് ഇല്ല. പ്രാക്ടിക്കൽ എത്രമാത്രം ടൈം എടുക്കണമെന്നുണ്ട്. ആ പ്രാക്ടിക്കലിൻ്റെ ടൈം മിനിമം ഒരു 2 വർഷങ്ങൾ എടുത്ത് ചെയ്ത ശേഷം മാത്രം വന്നിട്ടായിരിക്കണം ഈ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യേണ്ടത്. ഇപ്പം എല്ലാ സ്ഥലത്തും ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്.